സംസ്ഥാനത്ത് കനത്ത മഴയിൽ KSEBക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത പോസ്റ്റുകൾ ഒടിയുകയും അതുപോലെ തന്നെ വൈദ്യുത ബന്ധമൊക്കെ തകരാറാവുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കല്ലറക്കടവിലാണ്. ഇവിടെ അച്ഛൻ കോവിലാറിന് തീരത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൂറ്റൻ വാഗമരം അത് ശക്തമായ കാറ്റിൽ കടപുഴകി 11 kV വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്ക് വീണിരുന്നു. ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഈ ഭാഗത്തുണ്ട്. ഇപ്പോൾ KSEB ജീവനക്കാർ ഇവിടേക്ക് വന്ന് ഇപ്പോൾ ഈ 11 kV വൈദ്യുതി ലൈൻ അത് പുനഃസ്ഥാപിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, അവർ കനത്ത മഴയെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഈ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറി നിന്ന് ആ 11 kV ലൈൻ അത് പുനഃസ്ഥാപിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും കറണ്ടൊക്കെ പോകുമ്പോൾ ആളുകൾ KSEB ഓഫീസിലേക്ക് വിളിക്കുകയും സമയത്തിന് എത്തിയില്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ ക്ഷോഭിതരാകുന്ന ഒരവസ്ഥയൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാം കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ KSEB ജീവനക്കാർ കടുത്ത ഈ വലിയ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ ജോലിയിൽ അവർ വ്യാപൃതരായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ മഴക്കാലം എന്ന് പറയുന്നത് പിടിപ്പത് ജോലിയുള്ള സമയമാണല്ലേ? ജോലി തന്നെയാണ്. ഇതാ ഇപ്പോഴും ഒരു കാറ്റടിച്ച് കംപ്ലീറ്റ് പോയിരുന്നതാണ് അറിവ്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നിടത്തിന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട്. കാരണം ഏകദേശം ഒതുങ്ങി വരും, അടുത്ത് വീണ്ടും ആകുമ്പോഴത്തേക്ക് വീണ്ടും കാറ്റും മഴയായിട്ട് വരുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഒതുക്കാൻ പറ്റാത്ത രീതിയിലാണ്. പലപ്പോഴും ആളുകളൊക്കെ ഫോൺ വിളിക്കും, കറണ്ട് ഇല്ലെന്ന് പറയും, നിങ്ങൾ ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ആളുകൾ നിങ്ങൾ എത്താതിരിക്കുന്നതിനെ തുടർന്ന് പലപ്പോഴും അവർ ക്ഷുഭിതരാകാറുണ്ട്. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എന്താ തോന്നാറുള്ളത്? എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ല, വേറെ ഒന്നും നിവർത്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കറണ്ടിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അവർ ബുദ്ധിമുട്ടായിട്ടുള്ള അവർ പറയും. അതേപോലെ തന്നെ നമ്മളും ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങി ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തീർക്കുകയാണ്. അതെ, നിങ്ങൾക്കും പരിമിതികളുണ്ടല്ലേ? അതെ, അത്രയാണ്. നമുക്കും അതിൻ്റെ രീതിയിലുള്ള പരിമിതികളുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെ തയ്യാറായി നിൽപ്പുണ്ട്. ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര സമയം എടുക്കും ഇതിന് ശരിയാക്കാൻ? ഇതൊരു 2 മണിയൊക്കെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് 3 മണി 4 മണിയാവും. ഇപ്പോൾ എത്ര നേരമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? രാവിലെ തുടങ്ങി. മഴ നനഞ്ഞിങ്ങനെ ചെയ്യുന്നു. മഴ നനഞ്ഞ് ചെയ്യുമോ, പിന്നെ എന്താ ചെയ്യാൻ? നിങ്ങൾക്ക് കോട്ടൊന്നുമില്ല? KSEB കോട്ടൊന്നും തരില്ലേ? കോട്ടുണ്ട്, എടുത്തില്ല. വണ്ടിയല്ല, അപ്പുറത്തെല്ലാം വണ്ടി ഇരിക്കുവോ, അതുകൊണ്ട് എടുത്തില്ല. ഏതായാലും മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ KSEB ജീവനക്കാർ അവരുടെ ജോലി തുടരുകയാണ്. അവർ പറഞ്ഞതുപോലെ എല്ലായിടത്തും പരമാവധി അവർ ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണാണ് കൂടുതലും വൈദ്യുതി ലൈനുകൾക്ക് കേടുപാട് സംഭവിക്കുന്നത്, വൈദ്യുതി പോസ്റ്റുകൾ വീഴുന്നത്. അപ്പോൾ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആൾക്കാർ കറണ്ട് വേണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാനെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ലേറ്റായിട്ടൊക്കെ വീട്ടിൽ പോകുന്നത്. ഇതിപ്പോൾ മഴ ഞങ്ങൾ പണി തീർന്നിട്ട് വേണം അടുത്ത സൈറ്റിൽ പോകാൻ. ഇപ്പോൾ അടുത്തെവിടെയാണ് ഇനി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞപ്പോൾ അടുത്ത് വേറെ എവിടെ പറഞ്ഞു, കുറച്ചപ്പുറത്ത്, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല. ഒരിടത്തെ ജോലി തീർത്തതിന് ശേഷം അവർ അടുത്ത ഇടത്തേക്ക് പോകാൻ പോകുന്നു. ഏതായാലും മഴക്കാലം അത് KSEB ജീവനക്കാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി പലയിടങ്ങളിലും ഇത്തരത്തിൽ ഓടിയെത്തി വൈദ്യുതി പോസ്റ്റുകളും ഒപ്പം തന്നെ വൈദ്യുതിയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.